എല്ലാവർക്കും പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PG അങ്കിളുടെ കൂടെ സമയം ചെലവഴിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി വളരെ 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 ഓടുന്ന, വളരെ തിരക്കുള്ള, യൗവനം കഴുകനെ പോലെ പുതുകുന്നു എന്ന് ദൈവവചനത്തിൽ പറയുന്നത് പോലെ ജീവിതത്തിൽ ഓരോ ദിവസവും പുതുക്കം കാണുന്ന ഒരു ഞങ്ങൾക്കെല്ലാം ഒരു ഹീറോയായിട്ട് ഈ കാലഘട്ടത്തിൽ അങ്കിളിനെ കർത്താവ് ഒരുക്കിയിരിക്കുകയാണ്. ഇന്ന് അങ്കിളെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം, ഈ സുവിശേഷം പറയാൻ എല്ലാവർക്കും ഒരു വലിയ ഒരു ബുദ്ധിമുട്ട് പോലെ, ഒരു ലജ്ജ പോലെ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ. എന്നാൽ അങ്കിളിനെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ എവിടെയാണ്, അങ്കമാലിയിലൊരു കല്യാണം. ആ കല്യാണം കഴിഞ്ഞപ്പോൾ അങ്കിൾ ആ കല്യാണത്തിന് തകർത്ത് പ്രസംഗിച്ചു. കഴിഞ്ഞ് പിന്നീട് ഞാൻ നോക്കുമ്പോൾ കാണുന്നു, ആ വെളിയിൽ ആ എൻട്രൻസിൽ നിന്നുകൊണ്ട് പുസ്തകം കൊടുക്കുന്നു, ട്രാക്റ്റ് കൊടുക്കുന്നു. അങ്കിളുടെ 5 മിനിറ്റ് പോലും വെറുതെ കളയാറില്ല. കിട്ടുന്ന സമയം ട്രാക്റ്റ് കൊടുക്കുകയോ സുവിശേഷം അറിയിക്കുകയോ അല്ലെങ്കിൽ ലജ്ജ കൂടാതെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് ചിലപ്പോഴൊക്കെ ഞങ്ങളൊക്കെ ഓർക്കും, അത് അങ്ങനെ അത്രയും പറയണോ? അവരോട് എന്തിനാ അത്രയും പറയുന്നത്? ഈ കാണുന്നവരോടൊക്കെ പറയാൻ പറ്റുമോ? ഇങ്ങനൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അങ്കിൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ഉപദേശം തരണം. കാരണം സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം, എല്ലാവർക്കും കടക്കാരനാണെന്ന് റോമാലേഖനം 1 പൗലോസ് പറയുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഈ സുവിശേഷം എങ്ങനെ വളരെ പാഷനായിട്ട്, ആത്മാർത്ഥമായിട്ട് മറ്റുള്ളവരിൽ എങ്ങനെ എത്തിക്കാം? അങ്കിൾ എങ്ങനെയാണ് ഇത് ആരംഭിച്ചത്? ഞാനൊരു മഹാഭാവിയായിരുന്നു. 120 ചാർമിനാർ സിഗരറ്റ് ഒരു ദിവസം വലിക്കും. പട്ടാളത്തിലെ സാധനങ്ങൾ മോഷ്ടിച്ച് വെളിയിൽ വിൽക്കും. കള്ള് ആഴ്ചയിൽ 4 ദിവസം കുടിക്കും. 4 ദിവസമാണ് പട്ടാളത്തിൽ കള്ള് കിട്ടുന്നത്, അത് കുടിക്കും. അപ്പോൾ എന്നെ രക്ഷിച്ച ദൈവം മറ്റുള്ളവരുടെ ജീവിതത്തോട് നോക്കുമ്പം അവരും രക്ഷിക്കപ്പെടേണ്ട ആ സന്ദേശം ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു വലിയ വിമിഷ്ടമാണ്. അതുകൊണ്ടത് പറയാൻ ഒരു വെമ്പൽ. 2, എൻ്റെ പാസ്റ്റർ പറഞ്ഞൊരു കഥയുണ്ട്. DL മൂഡി അമേരിക്കയിൽ ചെന്നു. അദ്ദേഹം കാണുന്ന എല്ലാവരോടും സുവിശേഷം പറയും. എന്നെപ്പോലൊന്നുമല്ല, കാണുന്ന സകലരോടും, ട്രെയിനിൽ, ബസ്സിൽ, എവിടെ ഇരുന്നാലും സുവിശേഷം വ്യക്തിപരമായിട്ട്, സ്റ്റേജിൽ മാത്രമല്ല. അല്ല. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം 3-4 പ്രസംഗിച്ചിട്ട് ആഹാരം കഴിക്കാൻ പോയി. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, സാർ എന്താ വേണ്ടിയത്? ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടതല്ല, അദ്ദേഹത്തോട് സുവിശേഷം പറയണം. ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, 4 ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തിയതാണ്, ഒരു കൺവെൻഷനകത്ത് പ്രസംഗിച്ചാണ്, നാളെ ആട്ടെ. അദ്ദേഹം ആഹാരം കൊണ്ട് കൊടുത്തപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഈ മനുഷ്യൻ ഇന്ന് മരിച്ചാൽ നരകത്തിൽ പോവും, സുവിശേഷം പറഞ്ഞാട്ടെ, എനിക്ക് ഇന്ന് വയ്യ, നാളെ ആട്ടെ. അദ്ദേഹം അവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴും, ഞാൻ ഇച്ചിരി വേഗത്തിൽ പറയുകയാണ്, ഇറങ്ങിപ്പോകുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തിരിച്ചു പോയിട്ട് സുവിശേഷം പറഞ്ഞാട്ടെ, നാളെ ആട്ടെ കർത്താവ്, രാവിലെ ഇവിടെ വരാം. അദ്ദേഹം ചെന്നു, മുറിയിൽ ചെന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ നേരം പറഞ്ഞു, ചെന്നിട്ട് ആ മനുഷ്യനോട് സുവിശേഷം പറഞ്ഞാട്ടെ, കർത്താവേ നാളെ രാവിലത്തെ ബെഡ് കോഫി അവിടെ ആയിരിക്കും, ഇന്ന് എനിക്ക് വയ്യ. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ഡ്രസ്സ് ചെയ്തു, ആ റെസ്റ്റോറൻറ്റിലോട്ട് ചെന്നും വെച്ച് പറഞ്ഞു, എനിക്ക് മിസ്റ്റർ വിൽസൻ്റെ സംസാരിക്കണം. നിങ്ങളാരാണ്? ഞാനാണ് സുവിശേഷകൻ DL മൂഡി, ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നത്. നിങ്ങളാണ്? എന്തിനാ വിൽസനെ കാണുന്നേ? അദ്ദേഹം രക്ഷിക്കപ്പെട്ടതല്ല, അദ്ദേഹം ഇന്ന് മരിച്ചാൽ നരകത്തിൽ പോവും. ആ മാനേജർ ഇങ്ങനെ പറഞ്ഞു, യു ആർ ലേറ്റ് ബൈ 6 hours, നീ 6 മണിക്കൂർ താമസിച്ചു പോയി. രാത്രിയിൽ അദ്ദേഹം തോക്കെടുത്ത് വായിലോട്ട് വെച്ച് വെടിവെച്ച് ചത്തുപോയി. അദ്ദേഹം DL മൂഡി വെളിയിലോട്ടിറങ്ങി ഒരു ഹാൻഡ് കർച്ചീഫ് എടുത്ത് കരയുകയാണ്, കണ്ണ് പൊത്തി കരയുകയാണ്. പെട്ടെന്നൊരു ചിന്ത വന്നു. യേശുക്രിസ്തു സിംഹാസനത്തിലിരിക്കുന്നു, DL മൂഡി അടുത്തിരിക്കുന്നു, ഓരോരുത്തരിങ്ങനെ വരുമ്പോൾ അവരെ നരകത്തിലോട്ട് അയക്കുക, നീ രക്ഷിക്കപ്പെട്ടില്ല രക്ഷിക്കപ്പെട്ട് നരകത്തിലോട്ട് പോയാട്ടെ, ന്യായവിധി. ആ സമയത്ത് മിസ്റ്റർ വിൽസൺ വരുന്നു. പേര് ഞാൻ വേറൊന്ന് മാറ്റി പറഞ്ഞാണ്. വരുന്നു, മൂടിയെടുക്കെ ചോദിച്ചു, മൂടി നിനക്കെന്നെ അറിയാമല്ലോ, എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം ഞാനാണ് നിനക്ക് ആഹാരം തന്നത്. ഞാനിപ്പോൾ നരകത്തിൽ പോകുന്നത് രക്ഷിക്കപ്പെടാത്തത് കൊണ്ടല്ല, നീ എന്നോട് സുവിശേഷം പറഞ്ഞില്ല. നീ എന്നോട് സുവിശേഷം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുമായിരുന്നു. DL മൂഡി അന്ന് തീരുമാനിച്ചു, നാളെ എന്നൊരു തീരുമാനം എടുക്കത്തില്ല. ആ പ്രസംഗം കേട്ടിട്ട് എൻ്റെ പാസ്റ്റർ പറഞ്ഞ ഈ കഥ കേട്ടിട്ടാണ് വാസ്തവത്തിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരൊറ്റ കഥ കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു, എടാ എന്നെ 4 വശത്തും ആളുകളുണ്ടല്ലോ. പാസ്റ്ററിന്റെ PG അങ്കിളുടെ പാസ്റ്ററിന്റെ പേരെന്താണ്? PM തോമസ് കാശ്മീർ അദ്ദേഹം. അപ്പോൾ ഞാൻ ചിന്തിച്ചു,
എൻ്റെ 4 വശത്തും ആളുകളുണ്ട്. ബസ്സിനകത്ത് ആളുകളുണ്ട്, ട്രെയിനിനകത്ത് ആളുണ്ട്, ഗ്രാമത്തിൽ ആളുകളുണ്ട്. ഞാൻ സ്വർഗ്ഗത്തിൽ ചെന്ന് യേശുവിൻ്റെ അടുക്കലിരിക്കും. ആളുകൾ വരുമ്പം പറയും, നീ പാണയത്തുള്ളതല്ലയോ? നീ കാശ്മീരിലുണ്ടായിരുന്നില്ലേ? നീ പട്ടാളത്തിലുണ്ടായിരുന്നില്ലേ? നീ യേശുവിനെ പറ്റി നിനക്കറിയാമായിരുന്നു, നീ സ്വർഗ്ഗത്തിൽ പോയി. പക്ഷേ നീ എന്നോട് പറയാതെ ഇരുന്നതിനാൽ, ഞാൻ പാപിയായിട്ടല്ല, രക്ഷിക്കപ്പെടാത്തത് കൊണ്ടുമല്ല, നീ എന്നോട് പറയാതെ ഇരുന്നതിനാൽ. അപ്പോൾ ഈ ഒരു ഭാരം ഞാൻ എൻ്റെ വേലയ്ക്കകത്തൂടെ രക്ഷിക്കപ്പെടുന്നവരുടെ അടുക്കലും പറയുന്ന ആദ്യത്തെ ദിവസം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പറയുന്ന 5 ഉപദേശമുണ്ട്. ചിലപ്പോൾ 4 പറയത്തുള്ളൂ. 1 സ്നാന ദിവസമേ പറയത്തുള്ളൂ. 1 എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം. 2 പാപത്തിൽ നിന്നും പാപകാരണത്തിൽ നിന്നും അകന്നു നിൽക്കുക. 3 വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ. 4 ആരോടെങ്കിലും യേശുവിനെ പറ്റി പറയണം. എല്ലാ ദിവസവും പറയണം. അവസരം ഉണ്ടാക്കി പറയണം. അവസരം ഉണ്ടാകുമ്പോൾ പറയണം. ഒരു ചോദ്യം ഞാൻ അവർക്ക് ചോദിക്കും. നിങ്ങൾ സ്വർഗ്ഗത്തിൽ പോകും. നിൻ്റെ അമ്മ, നിൻ്റെ അപ്പൻ, നിൻ്റെ അമ്മാവൻ, നിൻ്റെ അനന്തരവൻ, നിൻ്റെ കസിൻ ബ്രദർ, നിൻ്റെ അയൽക്കാരൻ, നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവരോ? ആ ചിന്ത ആളുകളെ വെല്ലുവിളിക്കും. അവർ നരകത്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അവരും ആരോടെങ്കിലുമൊക്കെ യേശുവിനെ പറ്റി പറയുവാൻ. അപ്പോൾ നമുക്കെല്ലാവർക്കും പറയുവാൻ കഴിയും. നമുക്കൊരു ആത്മഭാരം ഇല്ലാത്തൊരു പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ആത്മഭാരം, എനിക്ക് ചിലപ്പോൾ ആത്മഭാരം കുറഞ്ഞു എന്ന് തോന്നിപ്പോവും. ആ സമയത്ത് ഞാൻ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. 1, ഗംഗാനദിയുടെ തീരത്ത് പോയിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് ആളുകൾ മോക്ഷം കിട്ടാനായിട്ട് കഷ്ടപ്പെടുന്നത്, ത്യാഗം സഹിക്കുന്നത്, തീയുടെ നടുക്കിരിക്കുന്നത്, തീയുടെ വളയത്തിനകത്ത് നടുക്കിരിക്കുന്നത്, ഒറ്റക്കാലിൽ നിൽക്കുന്നത്, ഒറ്റക്കൈ പൊക്കി നിൽക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ആത്മഭാരം കൂടും. അതുപോലെ തന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കും. അവിടെ 17 18 പ്ലാറ്റ്ഫോമുണ്ട്. എല്ലാവരും വരുന്ന 1ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ്. അതിലേക്കൂടെ ഒരു പടിയുണ്ട്. ആ പടികൾ ഇറങ്ങി വരുന്നത് അവർ ഓരോ ഇഞ്ച് ബൈ ഇഞ്ചാണ് അവർ മുമ്പോട്ട് നീങ്ങുന്നത്. ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പറയും, കർത്താവ്, ഈ 10,000 പേര് പോകുന്നതിനകത്ത് ഒരാൾ പോലും സ്വർഗ്ഗത്തിൽ പോകത്തില്ല. അപ്പം ഞാൻ അതിനൊരു ഉത്തരവാദിയല്ലയോ? അതുകൊണ്ട് എപ്പോഴെങ്കിലും എന്നെ കാണുന്ന ഒരാൾക്ക് ഒരു പുസ്തകം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര ഭാരമാണ്. ഇന്നലെ ഞാനൊരു കല്യാണത്തിന് പ്രസംഗിക്കാൻ പോയി. ഏകദേശം 200 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പോൾ യോങ്കിച്ചോയുടെ കൺവെൻഷൻ നടന്നു ഡൽഹിയിൽ. ഞാനാണ് എൻ്റെ ഓർഗനൈസർ. ഓർഗനൈസറല്ല, ഞാൻ അതിൻ്റെ രക്ഷകർത്താവോ ഏതാണ്ടാണെന്ന് പറയും. ഞാനാണ് അത് കഴിഞ്ഞ് വെച്ച് ഞാൻ പ്ലാറ്റ്ഫോമിലിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വെച്ച് ഇറങ്ങി വന്നിട്ട് പോൾ യോങ്കിച്ചോയുടെ പുസ്തകം ഞാൻ അവിടെ നിന്നുകൊണ്ട് വിറ്റു. വടവനെ പറഞ്ഞു വടവനെയാണ് ഏറ്റവും വലിയ പുസ്തക വിൽപ്പനക്കാരനെന്നാണ് അതുവരെ വടവനെ വിചാരിച്ചിരുന്നത്. CV വടവന. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നാണ്ട്ര PG വർഗീസ് വലിയ കോട്ടുമൊക്കെ ഇട്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന ആൾ ഇതാ വന്നുകൊണ്ട് പുസ്തകം വിൽക്കുന്നു. എങ്ങനെ വിൽക്കാതിരിക്കും? നമ്മുടെ സ്നേഹിതർ, നമ്മളെ കാണുന്നവർ ഒരു ദിവസം വിരൽ ചൂണ്ടിയിട്ട് പറയും, ഞാൻ നരകത്തിലേക്ക് പോകുന്നത് രക്ഷിക്കപ്പെടാഞ്ഞിട്ടല്ല, നീ എന്നോട് സുവിശേഷം പറയാതെ ഇരുന്നതിനാൽ. അതുകൊണ്ട് നമുക്കൊരു ആത്മഭാരം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക്, നമ്മുടെ വിശ്വാസികൾക്കും ആത്മഭാരം കൊടുക്കണം. ഒരു കാര്യം കൂടെ പറയാം. സുവിശേഷം പറയുന്നവരുടെ വിശ്വാസികൾ സുവിശേഷം പറയും. ട്രാക്റ്റ് കൊടുക്കുന്നവരുടെ വിശ്വാസികൾ ട്രാക്റ്റ് കൊടുക്കും. ഞാൻ കട്രായിലായിരിക്കുമ്പോൾ രാവിലെ 6 മണി മുതൽ ട്രാക്റ്റ് കൊടുക്കും. എൻ്റെ വിശ്വാസികളെല്ലാം ട്രാക്റ്റ് കൊടുത്തു. അവരുടെ ജോലി പോയി, പലരുടെയും ജോലി പോയി, എന്നിട്ടും അവർ ട്രാക്റ്റ് കൊടുക്കുന്നതൊന്നുമില്ല. അപ്പം നമ്മുടെ ദൈവദാസന്മാരും കൊടുത്തുകൊണ്ടാണോ? അതെ, ട്രാക്റ്റ് കൊടുത്തുകൊണ്ട്. കാരണം നിങ്ങൾ മതപ്രചരണം ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്ത് അവർക്ക് ജോലി കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിയായപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരെ പിരിച്ചുവിടുമായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ ആ ട്രാക്റ്റ് കൊടുത്തു നിർത്തിയില്ല. ഇന്നും അവർ വിശ്വാസികളായിട്ട് ജീവിക്കുന്നു. അപ്പം നമ്മുടെ ദൈവദാസന്മാർ ഓരോ ദിവസവും ഒരു വീട്ടിലെങ്കിലും പോയി സുവിശേഷം പറഞ്ഞാൽ. ഈ ലജ്ജ എന്നുള്ളൊരു പ്രശ്നം എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. അവരെന്നാ ഓർക്കും, അവർക്ക് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ മറ്റുള്ളവരെന്നാ ഓർക്കും എന്നിങ്ങനെയുള്ളൊരു പ്രശ്നം ഈ സുവിശേഷ വേലയിൽ ഒത്തിരി പേർക്കുണ്ട്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു തോട്ടം സൂപ്രണ്ടിൻ്റെ മകൻ, പട്ടാളത്തിൽ ഞാനൊരു ഹെഡ് ക്ലർക്കാണ്. അപ്പോൾ എനിക്കും ആളുകളുടെയൊക്കെ മുമ്പാലൊക്കെ നിൽക്കാൻ ഒരു നാണം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഞാൻ ചെയ്യുന്നത് ഒരു ട്രാക്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു പാർക്കിലെ ബെഞ്ചിനകത്ത് വെച്ചിട്ട് ഒരു കടലാസം വെച്ച് മാറി നിൽക്കും. ഒരാളെടുത്ത് വായിച്ചു കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ബസ്സിനകത്ത് കയറുമ്പോൾ അടുത്ത സീറ്റിനകത്ത് ആളില്ലെങ്കിൽ അതായിരുന്നു ഇടുന്നത്. ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പം കണ്ടു, യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നു നഗ്നനായിട്ട്. എനിക്കറിഞ്ഞൂടായിരുന്നു യേശു നഗ്നനായിട്ടാണ് കിടന്നെന്ന്. ഞാൻ ദർശനം കണ്ടു, യേശുവിൻ്റെ ശരീരം കണ്ടു, മുഖം കണ്ടില്ല. ശരീരം ദർശനത്തിൽ കാണുകയാണ്, ബോഡി മാത്രം, ശരീരം മാത്രം, കഴുത്ത് മുതൽ മുട്ടുവരെയുള്ളത് കാണുന്നു. നഗ്നനായിട്ട് കിടക്കുന്നു. അവൻ്റെ അമ്മയുടെ മുമ്പാകെ, മറ്റ് സഹോദരിമാരുടെ മുമ്പാകെ, മറ്റ് പുരുഷന്മാരുടെ മുമ്പാകെ കിടന്നു.
അപ്പോൾ എൻ്റെ മനസ്സിനകത്തൊരു ചോദ്യം വന്നു. ഞാൻ ക്രൂശിൽ നിനക്ക് വേണ്ടി നഗ്നനായിട്ട് മരിക്കാൻ ലജ്ജിച്ചില്ല, നീ എനിക്ക് വേണ്ടി ലജ്ജിക്കുമോ? ആ ഒരു ചോദ്യം, ആ ഒരു ചിന്ത എൻ്റെ ലജ്ജ മാറ്റിക്കളഞ്ഞു. അടുത്ത ദിവസം തൊട്ട് ആരോടും ധൈര്യപൂർവ്വം ആ ഒരു ദർശനമാണ് അങ്കിളിനെ മാറ്റിയത്. മാറ്റിയത് അപ്പൊ പ്രാർത്ഥനാ ജീവിതമാണ് ആ ഒരു ദർശനത്തിലോട്ട് കൊണ്ടുവന്നത്. കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനടുത്ത ദിവസം തൊട്ട് ആരോടും സുവിശേഷം പറയാനുള്ള ഞാൻ പട്ടാളത്തിൽ പോകുന്നത് എൻ്റെ പോക്കറ്റിനകത്തൊക്കെ യോഹന്നാൻ്റെ സുവിശേഷ പ്രതി ഇവിടെ 3 കാണും. ചെറിയ ഒരെണ്ണം കിട്ടുമായിരുന്നു അന്ന് PTL നിന്ന്. ഇവിടെയും വെക്കും, പോക്കറ്റിലും വെക്കും. പണ്ട് സിഗരറ്റായിരുന്നു. ഇപ്പം ഈ യോഹന്നാൻ്റെ സുവിശേഷം എന്നെ കാണാൻ ഒരു 10-12 ഓഫീസർമാർ ദിവസം വരും. ഞങ്ങളുടെ കൂടെ ഉള്ളവരല്ല, ദൂരെ. ഞാനാണ് ഈ എൻജിൻ, ടയറ്, ബാറ്ററി, റിയർ വ്യൂ മിറർ, ഇതൊക്കെ എളുപ്പം കിട്ടാത്ത സാധനമാണ്. ഇതൊക്കെ ഞാനാണ് റിലീസ് ചെയ്യുന്നത്. കമ്പിളി, സ്ലീപ്പിംഗ് ബാഗ്. അപ്പോൾ അവരെൻ്റെയൊക്കെ വന്നിരുന്നു, ഹലോ ഹവൽദാർ സാബ് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെയൊക്കെ വർത്താനം പറഞ്ഞു. ഇത് വേണമെന്ന് പറയുമ്പം 100 ചോദിക്കുന്നതിന് 10 കൊടുക്കും. ഒരു 10 കൂടെ താഴെ. അപ്പം ഞാൻ അതിൻ്റെ ലെറ്റർ കൊടുക്കുന്ന സമയത്ത് ഒപ്പിടുന്നത് ഓഫീസറാണ്. അതൊക്കെ ഒരു യോഹന്നാൻ്റെ സുവിശേഷ പ്രതിയോടെ കൊടുക്കും. എനിക്ക് ലജ്ജയില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടത് ഒക്ടോബർ 1-ാം തീയതിയാണ്. ഡിസംബർ ആയപ്പോൾ ഞാൻ 10 പുതിയ നിയമം ഡൽഹിയിൽ നിന്ന് 25 പൈസയ്ക്ക് വരുത്തി. ഒരെണ്ണത്തിന് 25 പൈസ. നല്ല സുവിശേഷം. അതിപ്പോൾ കിട്ടത്തില്ല. അമേരിക്ക കിട്ടും. അത് തുറന്നാൽ തന്നെ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ളത് പേജ് നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ 10 എണ്ണം വരുത്തി 25 പൈസ വെച്ച് ഒരെണ്ണത്തിന്. എന്നിട്ട് ആദ്യത്തെ പേജിൽ എഴുതി ഹാപ്പി ക്രിസ്മസ് ആൻഡ് എ ബ്ലസ്സഡ് ന്യൂ ഇയർ. എൻ്റെ കൂടെ 10 ഓഫീസർമാരായിരുന്നു ഉണ്ടായിരുന്നത് എൻ്റെ യൂണിറ്റിൽ. അതിനകത്ത് ഒരാൾ പോലും മലയാളിയില്ല, ഒരാൾ പോലും ക്രിസ്ത്യാനിയില്ല. ഒരു മുസ്ലിം, കാശ്മീരിക്കാരനൊരു മുസ്ലിം, ഒരു യഹൂദൻ, പൂനാക്കാരനൊരു യഹൂദൻ, ഒരു സർദാർജി. ഞാൻ ഈ 10 പേർക്കും കൊടുത്തു. കാരണം ക്രിസ്മസിന് ഹാപ്പി ക്രിസ്മസ് എഴുതി കൊടുത്താൽ ആരും പിണങ്ങത്തില്ല. അപ്പോൾ ദൈവം എനിക്കതിനുള്ള ബുദ്ധി അന്ന് തന്നു. അപ്പോൾ നമുക്കൊരു ഭാരം ഇല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ലജ്ജ ഉണ്ടാകണം. ലജ്ജ വരുവാണെങ്കിൽ ഈ ചിന്ത ആലോചിച്ചാൽ മതി. യേശുക്രിസ്തു ക്രൂശ് എടുത്തുകൊണ്ട് നടക്കാൻ ആ സിനിമ ഒന്ന് കണ്ടാൽ മതി, പാഷൻ ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ ലജ്ജ മാറിപ്പോകും. അവൻ അവസാനം അതിനകത്ത് ആ സിനിമയ്ക്കകത്ത് കാണിക്കാനൊക്കത്തില്ല, നഗ്നനായിട്ട്. എനിക്കറിയത്തില്ലായിരുന്നു നഗ്നനായിട്ട് കിടന്ന്. ഞാനത് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് നഗ്നനായിട്ട് കിടന്നത് ദർശനത്തിലൂടെ. അപ്പം നമുക്ക് വേണ്ടി നഗ്നനായിട്ട് അമ്മയുടെ മുമ്പാകെ, പെങ്ങന്മാരുടെ മുമ്പാകെ, മറ്റുള്ളവരുടെ മുമ്പാകെ കിടന്നെങ്കിൽ നമ്മളെന്തിനാ ലജ്ജിക്കുന്നത്? നമ്മളും പറയണം, ലജ്ജിക്കുന്ന അവൻ ലജ്ജിച്ചില്ലെങ്കിൽ നാം അവന് വേണ്ടി എന്തിന് ലജ്ജിക്കണം? ആമേൻ. അപ്പോൾ സുവിശേഷം സമയത്തും അസമയത്തും എല്ലാം, എല്ലാ സമയത്തും ഈ സുവിശേഷം നമ്മൾ അറിയിച്ചിരിക്കണമെന്നുള്ള ഒരു ഭാരമാണ് അങ്കിളിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം തന്നെ. ഈ ക്രിസ്മസിനും ഞാൻ 950 പുസ്തകം പാർലമെൻറ്റ് മെമ്പർമാർക്കും പ്രൈം മിനിസ്റ്റർക്കും ബാക്കി മന്ത്രിമാർക്കും നിങ്ങളുടെ കേരളത്തിലെ മന്ത്രി പിണറായി വിജയൻ വരെ ഞാൻ അയച്ചു കൊടുത്തു. 750 രൂപ ഒരു പുസ്തകത്തിന്റെ വില. അപ്പോൾ ഈ അഡ്രസ്സുകളെല്ലാം തപ്പിയെടുത്ത് കണ്ടുപിടിക്കാം, നമുക്ക് വെബ് പേജിൽ നിന്ന് കണ്ടുപിടിക്കാം. അയച്ചു കൊടുത്തു. സകലർക്കും അയച്ചു കൊടുത്തു. ഏത് ബുക്കാണ് അയച്ചു കൊടുത്തത്? എൻ്റെ അല്ല, വേറൊരാളുടെ പുസ്തകം, ഒരു ഇംഗ്ലീഷിനകത്തുള്ള ഒരു പുസ്തകം. 750 രൂപയാണ് ഒരു ബുക്കിന്, ഒരു പുസ്തകത്തിന്. അപ്പോൾ അങ്കിൾ അതിന്റെ പൈസ മുടക്കിയില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. പക്ഷെ അതിന്റെ പോസ്റ്റേജും അതിന്റെ പാക്കിങ്ങും ഞാൻ മുടക്കി. അതൊരു വലിയ തുകയാണ്. പോസ്റ്റേജും കൊറിയറിലയക്കുന്നത്. അപ്പോൾ അതൊരു വലിയ തുകയാണ്. എന്തിനാ? ഒരാത്മഭാരം. അവർ നമ്മുടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ലെങ്കിലും ഒന്നുമല്ലെങ്കിൽ നമ്മുടെ സിമ്പതൈസറെങ്കിലും ആവണം, അല്ലേ? അവർ നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവം യേശു ആരാണെന്നുള്ളൊരു സിമ്പതൈസർ. പഴയ കാലത്ത് നമ്മുടെ അപ്പച്ചന്മാരും ഉപദേശിമാരും അച്ഛന്മാരും ഒക്കെ വലിയ രാഷ്ട്രീയക്കാരെയും വലിയ ആളുകളുടെയൊക്കെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ സിമ്പതൈസറാക്കി. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കൊല്ലത്തൊരു തങ്കി ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം മരുന്നെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ. കർത്താവേ, ഈ മരുന്നിന് കൃപ കൊടുക്കണമേ. കഴിക്കുന്ന ആളുകൾക്ക് എന്ത് വിശ്വാസമായിരുന്നു അറിയാം. അദ്ദേഹം ഒരിക്കൽ ആർ ശങ്കറിനെ കാണാൻ പോയി. ആർ ശങ്കർ അന്നത്തെ മുഖ്യമന്ത്രിയാണ്. വർത്താനമൊക്കെ പറഞ്ഞു വെച്ച് ഇറങ്ങി. എന്നാൽ ഞാൻ പോട്ടെ. അയ്യോ, പ്രാർത്ഥിക്കാതെ പോവാന്നോ എൻ്റെ വീട്ടിൽ വന്നിട്ട്? നോക്കണം, ആ മുഖ്യമന്ത്രിയുടെ, ക്രിസ്ത്യാനി അല്ലാത്ത മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ വിശ്വാസം. നമ്മൾ അതുപോലെ നമ്മുടെ സിമ്പതൈസേഴ്സ് ആക്കി മാറ്റണം ആളുകളെ. അപ്പം ഈ അങ്കിളുടെ ഏത് പുസ്തകമാണ് ഈ രക്ഷിക്കപ്പെടാത്തവർക്ക് കൊടുക്കാൻ പറ്റിയ പുസ്തകം? ഇതാ അത്ഭുതങ്ങളുടെ താക്കോല്. അല്ല, അത് കൊള്ളാം. പക്ഷേ ഇതാ നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് രക്ഷ മുഴുവൻ വിവരിക്കുന്നതാണ്. അതെ അല്ലേ? ഞാൻ ഇപ്രാവശ്യം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോവാണ്.
അന്നേരം ഈ 2 പുസ്തകം ഞാൻ ഒന്നായിട്ട് അച്ചടിക്കുകയാണ്. ഒരു വശത്ത് അത്ഭുതങ്ങളുടെ താക്കോൽ, മറ്റേ വശത്ത് ഇതാ നിങ്ങൾക്ക് സമാധാനം. ഇതിനു വേണ്ടി മാത്രം ഞാൻ മാറ്റി എഴുതിയിരിക്കുക. ഒരു ഹിന്ദു വായിച്ചാൽ മനസ്സിലാവണം, ഒരു മുസ്ലിം വായിച്ചാൽ മനസ്സിലാവണം, ഒരു നിരീശ്വരവാദി വായിച്ചാൽ മനസ്സിലാവണം. അതുവേണ്ടി അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി അച്ചടിച്ച് 1.5 ലക്ഷം കോപ്പി 1.5 ലക്ഷം കോപ്പി അച്ചടിക്കുകയാണ്. ഈ മാർച്ച് മാസത്തിലെ 2025 മാർച്ചിലെ ഇന്ത്യ മുഴുവനും പരസ്യയോഗങ്ങളും നിങ്ങൾ വെബ് പേജിനകത്ത് വാങ്ങാമെങ്കിൽ ഒരു റോഡ് കാണാം, സ്ട്രെയിറ്റ് റോഡ്, കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെയുള്ള ആ റോഡിൽ കൂടെ യാത്ര ചെയ്ത് ഈ 1.5 ലക്ഷം കോപ്പി അതാത് ഭാഷകളിൽ തമിഴ്, മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, മറാഠി, ഹിന്ദി, പഞ്ചാബി, കാശ്മീരിലെ ഉറുദു കൊടുക്കും. അപ്പം അങ്കിളിനെ ഈ പ്രേരിപ്പിക്കുന്നത് സുവിശേഷം അറിയിക്കാനുള്ള ആ ഒരു ആവേശമാണ്. അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അവർ കൈനീട്ടി പറയും, നീ ഡൽഹിയിലിരിക്കുമല്ലായിരുന്നോ, എൻ്റെ ഗ്രാമത്തിലൂടെ ഒന്ന് വരാൻ വയ്യായിരുന്നു, ഞാൻ എന്തോ മറുപടി പറയും. നീ സുഖമായിട്ട് ഞാൻ പെട്ടാതിരിക്കുന്ന സമയത്ത് ലില്ലിയെ നാട്ടിൽ കൊണ്ടുവിട്ടു. ലില്ലിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടുന്നത് കൊണ്ട് ലില്ലിയെ നാട്ടിൽ കൊണ്ടുവിട്ടു. എന്നിട്ട് ഞാൻ ആഹാരത്തിനിരിക്കും. രക്ഷിക്കപ്പെടുമ്പോൾ ലില്ലി കൂടെ ഉണ്ട്. ആഹാരത്തിനിരിക്കുമ്പോൾ ഞാൻ ആഴ്ചയിൽ 4 ദിവസം ഇറച്ചി കിട്ടും. അപ്പോൾ ഇറച്ചിയും ചോറും എല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. കണ്ണടയ്ക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വരുന്നത് നരകത്തിൽ പോകുന്ന ജനങ്ങളാണ്. ഞാനിവിടെ ഇറച്ചിയിൽ നിന്ന് ഫാനിൻ്റെ കീഴിൽ കിടക്കുകയാണ്. എൻ്റെ ഓഫീസിലും എനിക്ക് ഫാനുണ്ട്. തണുപ്പ് കാലത്ത് നല്ല അങ്കിട്ടി, അങ്ങനെ നല്ല ഹീറ്ററുണ്ട്. ഞാൻ സുഖിച്ചിരിക്കുക. എൻ്റെ ജനം നരകത്തിൽ പോകുമ്പോൾ. അതുകൊണ്ടൊരാഗ്രഹം, കഴിയുന്നത്ര ഇന്ത്യക്കാരെ സ്വർഗത്തിലെത്തിക്കണമെന്നൊരു വലിയ ആഗ്രഹം. ദൈവം തന്ന ഭാരമാണ്, ദൈവം തന്ന കൃപയാണ്. അതുകൊണ്ട് ഒരു വിഷയം എടുത്ത് 9 വർഷം പ്രാർത്ഥിച്ചിട്ടായി യാത്ര തുടങ്ങുന്നത്. അന്നേരം ആളുകൾ രൂപയും തന്നത് മുഴുവൻ രൂപ. ഇനി ചെയ്യാൻ പോകുന്ന യാത്രയ്ക്ക് വേണ്ടി 9 വർഷം പ്രാർത്ഥിച്ചു. ഇപ്പോഴാ എല്ലാം കൂടെ ഒത്തു വന്നേ അല്ലേ, കൂടി വ്യാപരിക്കുന്നു. അങ്കിളുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ഒരു പ്രത്യേക സ്ഥലത്ത് ഇരുന്ന് ഒരു പ്രത്യേക സമയത്ത്, ഇപ്പൊ ദാനിയേല് രാവിലെ ഉച്ചക്കും വൈകിട്ടും ഒരു പ്രത്യേക സമയത്ത് പ്രാർത്ഥിച്ചു. അങ്കിളിന് ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന സമയമുണ്ടോ? 5 മുതൽ 6:30 വരെ ഞാൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കും. 6:30 മുതൽ 7:30 വരെ 7:45 വരെ ഞാൻ ലില്ലിയും കൂടെ പ്രാർത്ഥിക്കും. പിന്നെ ഈ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒത്തില്ലെന്ന് വരും, കാരണം രാവിലെ ആയിരിക്കും ഞാൻ കാറിനകത്ത് കയറുന്നത്. പിന്നെ വിദേശയാത്രകളൊക്കെ വരുമ്പോൾ വിദേശയാത്ര ഇപ്പം നിർത്തി. അപ്പോൾ ഞാൻ ഈ കേരളത്തിലായിരിക്കുമ്പോഴും ഞാൻ 5 മണിക്ക് ഇന്നും എഴുന്നേറ്റു പ്രാർത്ഥിച്ചു. 6:30 വരെ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ആദ്യം അരമണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അരമണിക്കൂർ. കാരണം അന്യഭാഷയെ പ്രാർത്ഥിച്ച 3 ഗുണങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12-നകത്ത്. ഒന്ന്, നമ്മൾ മർമ്മങ്ങളെ സംസാരിക്കുന്നു. കേരളത്തിൽ എന്തുവാ വരാൻ വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടായല്ലോ. ഇല്ല. ഒരു ഭൂചലനം, ഭൂകമ്പമാണോ വരാൻ പോകുന്നത് നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് മർമ്മങ്ങളെ സംസാരിക്കും. കർത്താവേ, ഭൂകമ്പം വരുന്നല്ലോ, അത് ദൈവത്തിനെ അറിയുന്നു. രണ്ടാമത്തെ കാര്യം, നമുക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുന്നു. അപ്പം ഞാൻ അരമണിക്കൂർ പറയുമ്പോൾ എൻ്റെ ആത്മീക നില കുറച്ചുകൂടെ ഉയരുന്നു. മൂന്നാമത്തെ കാര്യം, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വിചാരം ഇപ്പോൾ എൻ്റെ ഭാര്യ ലില്ലി ഇപ്പോൾ എറണാകുളത്ത് സുഖമായിട്ടിരിക്കുക, താഴെ വീണ് കിടന്നു എങ്ങനെ അറിയാം? ബാത്റൂമിലോട്ട് കയറി വെത്തി സ്ലിപ്പായി പോകുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ ഭാര്യ എറണാകുളത്ത് സുഖമായിട്ടിരിക്കുകയാണല്ലോ. അപ്പം അത് കഴിയുമ്പോൾ അന്യഭാഷ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, അവൻ അറിഞ്ഞുകൂടാ, അവിടെ കിടക്കുക, ആരെയെങ്കിലും അയക്കണമേ. എൻ്റെ മോൾ എവിടാന്ന് എനിക്കങ്ങനെ അറിയാം, എൻ്റെ മോൻ എവിടാന്ന് എനിക്കങ്ങനെ അറിയാം. നമ്മുടെ വിചാരം കോളേജിൽ പോയിരിക്കുകയെന്ന്. ആർക്കറിയാം ആരെങ്കിലും ആമ്പിള്ളേരുടെ പുറകിൽ ഇരുന്നുകൊണ്ട് യാത്ര ചെയ്യുവാണെന്ന്. അപ്പോൾ നമുക്ക് അന്യഭാഷ വളരെ ആവശ്യമാണ്. അപ്പോൾ അരമണിക്കൂർ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. അന്യഭാഷ ആർക്കും കിട്ടും. യാക്കോബക്കാർക്ക് കിട്ടും, മർത്തോമാക്കാർക്ക് കിട്ടും, രക്ഷിക്കപ്പെട്ട സകലർക്കും കിട്ടും, ബ്രദറുകാർക്ക് കിട്ടും, പെന്തിക്കോസുകാർക്ക് കിട്ടും, അല്ല എല്ലാവർക്കും കിട്ടും. എല്ലാവരും ചോദിച്ചു വാങ്ങിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ നിർബന്ധമാണ്, എല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അങ്ങനെ പറയുന്നുണ്ട്, വേദപുസ്തകം പറയുന്നുണ്ട്, നമ്മളെല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണം, പ്രവചിക്കണം. അത് കഴിയുമ്പോൾ ഞാൻ പലർക്കായിട്ട് പ്രാർത്ഥിക്കും, പല വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. ഇടയ്ക്ക് അങ്കിള് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇടയ്ക്കൊരു മെസ്സേജ് വരാറുണ്ട്, ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അങ്കിൾ അങ്ങനെ ഓരോ ഹൃദയത്തിൽ ദൈവം കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കും. ഫോണിനകത്ത് നോക്കി പ്രാർത്ഥിക്കും. എൻ്റെ ഫോണിനകത്തോട്ട് നമ്പർ ലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും. ഫോൺ നമ്പർ ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ ദേവദാസന്മാരുടെ പേരുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. കാരണം വേദപുസ്തകം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, ദൈവം 2-ാമത്തെ വാക്യം അവസാനം,
നീ അനുഗ്രഹമായി കഴിയുമ്പോൾ, പലർക്കും അത് മിസ്സായിട്ടുണ്ട്. അനുഗ്രഹമായി കഴിഞ്ഞിട്ട് നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ദൈവം അവനെ അനുഗ്രഹിക്കും. ചുമ്മാതെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കുന്നില്ല. അനുഗ്രഹമായ ഒരുത്തന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാമെങ്കിൽ, അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം എന്നെ അനുഗ്രഹിക്കും. ആമേൻ. അപ്പോൾ പാസ്റ്റർ ജോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പാസ്റ്റർ തങ്കുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പാസ്റ്റർ എം എ വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പാസ്റ്റർ ജോൺസണിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വേറെ ദൈവം അനുഗ്രഹിച്ച, പണമല്ല, കാറല്ല, വലിയ പണമല്ല, വലിയ സഭയുമല്ല, വാസ്തവത്തിൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ബോധ്യമുള്ള ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ആമേൻ. അതുപോലെ തന്നെയാണ് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, നീ അനുഗ്രഹമായി കഴിയുമ്പോൾ നിന്നെ ആരെങ്കിലും ശപിച്ചാൽ, യാക്കോബക്കാരൻ ശപിച്ചാൽ, മർത്തോമാക്കാരൻ ശപിച്ചാൽ, പെന്തിക്കോസുകാരൻ ശപിച്ചാൽ, വേറെ ആരെങ്കിലും ശപിച്ചാൽ ദൈവം അവനെ ശപിക്കും. ഉം. വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. എന്നെ ദൈവദാസന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രസംഗത്തിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതിയിരിക്കുന്ന വാസ്തവത്തിൽ അങ്ങനെയല്ല. നിന്നെ ആരെങ്കിലും ബാറാക്ക് ചെയ്താൽ ഞാൻ അവരെ ബാറാക്ക് ചെയ്യും. നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ഞാൻ അവരെ അനുഗ്രഹിക്കും. അനുഗ്രഹം. എന്നാൽ ശാപം എന്നുള്ളത് അങ്ങനെയല്ല. നിന്നെ ആരെങ്കിലും കൊല്ലാൽ ചെയ്താൽ, QUALAL, കൊല്ലാൽ ചെയ്താൽ ഞാൻ അവനെ അറാർ ചെയ്യും. ARRAR. കൊല്ലാൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തുച്ഛമായിട്ട് കാണുക, പരിഹസിച്ച് നോക്കുക, പുറകിൽ നിന്ന് ചിരിക്കുക. ഇതൊക്കെ ചെയ്യാമെങ്കിൽ അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ അനുഗ്രഹിച്ച് വന്നപ്പോൾ ദൈവം എന്നെയും അനുഗ്രഹിച്ചു. അപ്പൊ അനുഗ്രഹിക്കപ്പെട്ടവരെ നാം അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണെന്ന് ബോധ്യമുള്ളവരെ ഒരു 10 പേരെ ദിവസം അങ്ങ് അനുഗ്രഹിച്ചു പോകും. രാവിലെ അങ്ങോട്ട് അനുഗ്രഹിച്ചു രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ടോ എപ്പോഴൊക്കെ സമയം കിട്ടുന്നൊക്കെ അനുഗ്രഹിക്കുക. അവരെ നോക്കി, അവരുടെ ഫോട്ടോ നോക്കി. ഇത് ഒത്തിരി പേർക്ക് വളരെ വളരെ പ്രയോജനം ചെയ്യും. കാരണം എങ്ങനെ ഒരു രാവിലത്തെ പ്രാർത്ഥന ചെയ്യുമെന്ന് പലർക്കും അറിയില്ല. അപ്പം അങ്കിളിന് ഈ പ്രാർത്ഥന നിമിത്തമാണ് അങ്കിളിനെ ഒരു സുവിശേഷത്തിൻ്റെ ഒരു തീ നിലനിൽക്കുവാനും അത് കത്തിപ്പടരുവാനും ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും സുവിശേഷത്തെ കത്തിക്കുവാനും ഇന്നുവരെ അങ്കിളിനെ സഹായിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന ഒരു ഇന്ധനം തന്നെയാണ്. പ്രാർത്ഥന, ദൈവത്തിൻ്റെ വചനം. വചനത്തിലൂടെയും. വചനം എങ്ങനെയാണ് വായിക്കുന്നത്? അതിനങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനൊരു വിഷയം ഒരു ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ ഒരു റെഗുലർ ആയിട്ടുള്ള അങ്ങനെ വായനയില്ല എനിക്ക്. ഇല്ല. ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക, എന്നിട്ട് അത് പഠിക്കുക. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും എടുക്കുന്നത്. ആ വാക്കിനെ വാക്ക് ഞാൻ ഗവേഷണം നടത്തും. നമുക്കിന്നെല്ലാം ഫോണിനകത്ത് തന്നെ ഗവേഷണം ചെയ്യാവുന്ന കാര്യമുണ്ട്. എല്ലാ കൺകോർഡൻസും നോക്കാം, എല്ലാ ഡിക്ഷണറിയും നോക്കാം, സകലതും നോക്കാം. അത് വെച്ച് പഠിക്കുമ്പോൾ ആ വചനം എന്നെ പോഷിപ്പിക്കുന്നു. അപ്പൊ ആ പഠനത്തിന്റെ ഒരു ഭാഗമാണ് പുസ്തകം എഴുതുന്നതും എല്ലാം. അതെ. എൻ്റെ പുസ്തകങ്ങളെല്ലാം ദൈവം എന്നെ കാണിച്ചു തന്നതാണ്. പ്രാർത്ഥനയിൽ ദൈവം കാണിച്ചു തരുന്നതിലുള്ള ഡീപ്പർ ഉള്ള കാര്യങ്ങൾ ആ പുസ്തകമായിട്ട് എഴുതുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും മൂലകാരണം പ്രാർത്ഥനയിൽ ഇരുന്നപ്പോൾ ദൈവം വെളിച്ചം വീശിയതാണ് ഓരോന്നിലോട്ടും. പുസ്തകം, സുവിശേഷീകരണം. ഇപ്പൊ തന്നെ ഈ ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകാൻ 9 വർഷം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ദൈവത്തിൽ നിന്നുള്ളൊരു നിയോഗമാണ്, അല്ലേ? അപ്പൊ ഒരു ദൈവിക നിയോഗത്തിലാണ് ഓരോ കാര്യം ഇന്ന് വരെയും ചെയ്യാൻ ദൈവം കൃപ തന്നത്. അപ്പൊ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ അകത്തുനിന്ന് ദൈവം നമുക്ക് തരുന്നൊരു തള്ളലാണ്. അതില്ലാതെ വന്നാൽ, സുവിശേഷം അറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അങ്കിളിന് ഭയങ്കര അസ്വസ്ഥത തോന്നാറുണ്ടോ? പിന്നെ ഒരാളിനെ കണ്ടിട്ട് ഒരു പുസ്തകം കൊടുത്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഒരാളിനെ കണ്ടു കഴിയുമ്പോൾ ഒരു പുസ്തകം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വാക്കില്ലാത്ത ഒരു സെന്റൻസിനകത്തെങ്കിലും എനിക്ക് സാക്ഷ്യമുണ്ടല്ലോ, എനിക്ക് സാക്ഷ്യം പറയാനൊക്കും. അപ്പൊ ഇന്ന് എന്നെ കണ്ടു എനിക്കൊരു പുസ്തകം കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പായി. അപ്പോ ഒത്തിരി സന്തോഷം. ഈ സത്യങ്ങൾ അടുത്ത തലമുറകൾ അറിയണം, ദൈവസഭകളിലെ യൗവനക്കാരറിയണം. കാരണം മലയാളിയായ ഒരു മനുഷ്യനെ ഇവിടെ നിന്ന് നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി ലോകം മുഴുവനും സുവിശേഷത്തിൻ്റെ തീ പടർത്തിയെങ്കിൽ മലയാളികളായ അടുത്ത നമ്മുടെ കുഞ്ഞുങ്ങൾ, അടുത്ത തലമുറ ഇത് കേട്ട് അവരിൽ ഒരു ഉത്സാഹം, ഒരു എരിവ്, ഒരു തീഷ്ണത ഇതിലൂടെ ഉണ്ടാകണം. തീർച്ചയായിട്ടും അങ്കിളീ പറഞ്ഞ കാര്യം ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ അടുത്ത ദിവസം കാണാം. ഗോഡ് ബ്ലെസ് യു.